എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് BC547 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഏറ്റവും ചീപ്പസ്റ്റായിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റർ സർക്യൂട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്തവർക്കുണ്ടെങ്കിൽ കുറച്ച് അറിയാനും അതുപോലെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ വരും, എങ്ങനെയാണ് സർക്യൂട്ടൊക്കെ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ വരാനായിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഒരു 3 ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ ഒരു 2 റെസിസ്റ്റൻസും ഒരു LED ബൾബ് മാത്രമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വരുന്നത്, അതായത് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം നമുക്ക് പവറുള്ള ലൈനിൻ്റെ പുറത്ത് ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ LED ബൾബ് ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പറിൽ ഇതിൻ്റെ ഒരു ഡ്രോയിങ് വരച്ചെടുത്തിരിക്കുകയാണ്. വലിയ രൂപമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എങ്ങനെയാണ് കണക്ഷൻസ് എല്ലാം വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ പിടിച്ചിരിക്കുന്ന ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലെഗാണ് നമ്മൾ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന C എന്ന് പറയുന്ന പിൻ വരുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. അതുപോലെ സെൻട്രലിലുള്ളത് Bയും അതുപോലെ പ്ലെയർ പിടിച്ചിരിക്കുന്ന റൈറ്റ് സൈഡിലുള്ളത് E എന്ന് പറയുന്ന പിന്നുമാണ്. അപ്പോൾ നമുക്കിത് ഈ ബോർഡിലേക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സെൻട്രൽ കാണുന്ന ഈ ട്രാൻസിസ്റ്ററിൻ്റെ C എന്ന് പറയുന്ന കളക്ടർ പിന്നിൽ നിന്ന് നമുക്ക് പോസിറ്റീവിലേക്ക് ഒരു 1K റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു 1K റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ലാസ്റ്റ് പിന്ന് ടെസ്റ്റിംഗ് പോയിൻ്റ് വരുന്ന ഈ ലാസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ B എന്ന് പറയുന്ന പിന്നിൽ നിന്നാണ് വരുന്നത്. അതിൽ നമ്മൾ കൊടുക്കുന്നത് 1 മെഗാ ഓംസിൻ്റെ 820 ഓംസിൻ്റെ 820Kയുടെ ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ്, പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്കൊരു LED കൂടി കൊടുക്കാം. അപ്പോൾ LEDയുടെ നെഗറ്റീവ് നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ C എന്ന് പറയുന്ന പിന്നിലേക്ക്, അതായത് LEDയുടെ നീളം കുറഞ്ഞ പിന്നെ ഈ ലെഗിലേക്കും അതുപോലെ പോസിറ്റീവ് നീളം കൂടിയ പിന്നെ നമുക്ക് ഈ ലെഗിലേക്കും പോസിറ്റീവിലേക്കും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മാതൃകയുടെ സെയിം സാധനം ഞാനിവിടെ സർക്യൂട്ട് ബോർഡിൽ അസംബിൾ ചെയ്തിരിക്കുകയാണ്. സെയിം സർക്യൂട്ടാണ്, എല്ലാം സെയിം ആണ്. ഇതിൽ നമ്മൾ ഇവിടെയാണ്, ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഇവിടെ ഈ കാണുന്ന കോപ്പറിൻ്റെ ഈ ഒരു റിങ് നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അത് ഞാൻ ഈ സർക്യൂട്ടിൽ കൊടുത്തിരിക്കുകയാണ്, നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു സർക്യൂട്ടിൽ കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്കിതിലൊരു 9 വോൾട്ടിൻ്റെ ബാറ്ററി ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പവർ കോഡ് എടുത്തിരിക്കുകയാണ്. പവർ കോഡിൽ നമുക്ക് കാണാം ഇവിടെ ഈ ഒരു സ്വിച്ച് ഓൺ ആണ്, അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ഇതിൽ ഓണായിരിക്കുന്ന ഈ ഒരു പ്ലഗിൽ നമുക്കിത് അവിടെ വരുന്ന സമയത്ത് ഇൻഡിക്കേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തേൽ നമുക്ക് ആ ഒരു സിഗ്നൽ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അത് നോക്കുന്നതിന് വേണ്ടി നമുക്ക് സ്വിച്ച് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ അവിടെ സിഗ്നൽ കിട്ടി. അതുപോലെ തന്നെ നമുക്കിത് വയർ ചെക്ക് ചെയ്യാനും സാധിക്കും. ഓൺലൈനായിട്ട് നമുക്കിതിൽ സപ്ലൈ ഉള്ള ലൈനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പവർ ഉണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഏറ്റവും പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.